കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വനിതാ ജീവനം പ്രവർത്തനോദ്ഘാടനവും പുസ്തക കവർ പ്രകാശനവും. ജീവനം ക്യാൻസർ സൊസൈറ്റി സ്ത്രീകളിൽ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രൂപീകരിച്ച വനിതാ ജീവനത്തിൻ്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. ക്യാൻസറിനെ അതിജീവിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും എഴുതുന്ന കനൽക്കാടു താണ്ടിയ ഫീനിക്സ് പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം ഡോക്ടർ അബു എബ്രഹാം നിർവഹിച്ചു. ഡോക്ടർ സുമിത്ര നായർ ഏറ്റുവാങ്ങി. ഡോക്ടർ ശിവബാല വൈശാഖിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വനിതാ ജീവനം സെക്രട്ടറി ശാന്തി ജി.പി. സ്വാഗതം ആശംസിച്ചു. ILO ഗവേണിംഗ് ബോർഡ് മെമ്പർ ആർ. ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. ജീവനം ഭാരവാഹികളായ ബിജു തുണ്ടിൽ, PG സന്തോഷ് കുമാർ, ജോജി മാത്യു, ബിഞ്ചു സലീം, ഡോക്ടർ S. പ്രശാന്ത്, ഡോക്ടർ എലിസബത്ത് ജോൺ, ഗീത, പ്രദീപ് ലാൽ, ആർ. സുഭാഷ്, മനോജ് കാളിയമ്പലം, ആകാശ്, KC ശശികുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തയിലേക്ക്. ജീവനത്തിൻ്റെ ഒരു പുതിയ കാൽവയ്പ്പാണ് ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ജീവനത്തിൻ്റെ പ്രവർത്തനം എന്ന് കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. കുന്നല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ വടക്കൻ ജില്ലയായ കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന, മലയോര മേഖലയിൽ ഇടുക്കിയിലും മറ്റും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയായി ജീവനത്തിൻ്റെ പ്രവർത്തകർ ഇന്നുണ്ട്. ഒരു ക്യാൻസർ രോഗിക്ക് ആവശ്യമായ ശാസ്ത്രീയമായ ഉപദേശങ്ങൾ, ക്യാൻസറിനെ അതിജീവിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ, ചികിത്സ ചെയ്യേണ്ട രീതികൾ, അതായത് ഇവിടെയാണ് ചികിത്സിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ മനസ്സിൻ്റെ കരുത്ത് കൊണ്ട് ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന മനസ്സിൻ്റെ കരുത്ത് പകരുന്ന ചില കൗൺസിലിങ്ങുകൾ എല്ലാം നടത്തിക്കൊണ്ട് ക്യാൻസർ എന്ന മഹാരോഗത്തെ നേരിടാൻ ശ്രീ ബിജുവിൻ്റെ നേതൃത്വത്തിൽ ജീവന പ്രവർത്തനം ആരംഭിച്ചിട്ട് 14 വർഷം പിന്നിലെ. ഈ 14 വർഷം പിന്നുമ്പോഴാണ് ഇന്ന് വനിതകളുടെ ജീവനം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ധാരാളം സ്ത്രീകളിൽ ഇത്തരം രോഗങ്ങൾ കാണുന്നത് രോഗത്തിൻ്റെ തുടക്കത്തിലുള്ള അവരുടെ അജ്ഞത കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ. ഒരു വീട്ടിലൊരു അമ്മയ്ക്ക് ഒരു വയറുവേദന വന്നാൽ അമ്മ വിചാരിക്കും മകളെ ബുദ്ധിമുട്ടിക്കേണ്ട, മരുമകനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഒരു കുപ്പി ഇച്ചിരി വെള്ളം ചൂടാക്കി വയറ്റിൽ വയ്ക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, അതുകൊണ്ട് മാറും. പക്ഷെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും അപ്പുറം ഈ അമ്മയുടെ നില മോശമാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ക്യാൻസർ രോഗം അതിൻ്റെ ഏറ്റവും മോശമായ ഘട്ടത്തിലേക്ക് കടന്നു എന്നറിയുന്നത്. അപ്പം നമ്മുടെ സ്ത്രീകൾ, അമ്മമാർ, അവരെ സംബന്ധിച്ച് അവർ ആലോചിക്കുന്നത് നമ്മുടെ ഗ്രാമീണ പ്രദേശത്തുള്ള അമ്മമാരെ കാര്യങ്ങളോ മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വയറ്റുവേദനയോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കറിയുമ്പോൾ കുടുംബത്തിൽ ആശാവർക്കർമാരുണ്ട്. ആശാവർക്കർമാർ പലയിടത്തും ചെല്ലുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പല രോഗങ്ങളും കണ്ടെത്തപ്പെടുന്നത്. അതാണ് പിന്നീട് ചികിത്സിക്കപ്പെടുകയും അവരെ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. പല ആശാവർക്കർമാരും വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ കണ്ടെത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരെ അറിയിക്കണം. ആ ഡോക്ടറിനോട് താല്പര്യമുള്ള സാഹചര്യമാണെങ്കിൽ ഉടനെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സ നൽകിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തും. ചില ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല, കേട്ടിട്ട് ഉണ്ടായിരിക്കുന്നവരും. പക്ഷെ അങ്ങനെയല്ല. ഭൂരിപക്ഷം ഡോക്ടർമാരും ഇത്തരത്തിലൊരു സന്ദേശം കിട്ടിയാൽ ആ വ്യക്തിയെ വിളിച്ചു വരുത്തി പരിശോധിച്ച് അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജിലൊക്കെ അയച്ച് ചികിത്സകൾ കൊടുക്കുക. ഹൃദ്രോഗ സംബന്ധമായ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പത്തനാപുരത്തെ സംബന്ധിച്ച് അഭിമാനമാണ്. നമ്മുടെ ഡോക്ടർമാരെല്ലാവരും തന്നെ ഇത്തരം രോഗങ്ങൾ കണ്ടെത്തിയാൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നു. എന്തെങ്കിലും ആശാവർക്കർ പറയുമ്പോൾ ആ രോഗിയെ കണ്ടെത്തി ക്യാൻസർ ആണെങ്കിലും ഹൃദ്രോഗമാണെങ്കിലും അത്ര ഏത് പ്രശ്നമാണെങ്കിലും അത് സംശയം തോന്നിയാൽ ഉടനെ തന്നെ ഒരു മുന്തിയ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലോട്ട് മറ്റ് റെഫർ ചെയ്യുന്ന ഒരു സംവിധാനം വളരെ ശക്തമാണ്. ഇവിടെ ജീവനത്തിൻ്റെ ഒരു മുദ്രാവാക്യം, ഞാൻ ഈ പ്രസംഗം ഒരുപാട് നീട്ടില്ല, ഒരു നല്ല ആശയം എൻ്റെ മനസ്സിൽ തോന്നിയ ആശയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. 2 കാര്യങ്ങളാണ്. ജീവനത്തിൻ്റെ പ്രതിജ്ഞാബദ്ധമായ ചുമതല എന്ത് എന്ന് ചോദിച്ചാൽ ബിജു ഇവിടെ പറയുണ്ടായി, ക്യാൻസർ ഇല്ലാത്ത കേരളം, ക്യാൻസർ രോഗമില്ലാത്ത, ക്യാൻസർ രോഗികളില്ലാത്ത കേരളം എന്നാണ് സങ്കല്പം. അതിലൊരു മാർഗം പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളിൽ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഗർഭാശയ സംബന്ധമായ ക്യാൻസർ ഭാവിയിൽ വരാതിരിക്കുന്നതിനൊരു വാക്സിൻ കണ്ടെത്തിയിരുന്നു. അതിന് വലിയ വിലയില്ല, 300 രൂപയുണ്ടായിരുന്നു, 200 രൂപ വില. അപ്പോൾ അത്തരത്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്സിൻ കൊടുത്താൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും യൂട്രസ് സംബന്ധമായ ക്യാൻസർ വരിക കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ജീവനം അപേക്ഷിക്കുകയും ഗവൺമെൻറ് ഒരു പദ്ധതിയായി
അത് കൊണ്ടുവരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. ഞാൻ ബിജുവിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പത്തനാപുരത്താണ് നിൽക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി വരാൻ താമസിച്ചാൽ നിങ്ങൾ കണക്കെടുത്തോളൂ, നമുക്ക് സ്പോൺസർമാരെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ വാക്സിൻ നമുക്ക് തന്നെ കൊടുക്കാം. പത്തനാപുരം നിയമമണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ വാക്സിൻ കൊടുക്കാം. വേണമെങ്കിൽ MLA ഫണ്ട് അനുവദിക്കാൻ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് അത് അനുവദിപ്പിച്ച് നമുക്ക് ഈ വാക്സിൻ കൊടുക്കാം. ഈ വാക്സിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി ഡോക്ടർമാരാണ് പറയേണ്ടത്. അവരത് സർട്ടിഫൈ ചെയ്താൽ, കാരണം ഈ മക്കളെ ഇത്തരത്തിലൊരു വാക്സിൻ എടുക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് വലിയ ആശങ്ക ഉണ്ടാകും. ഇതുകൊണ്ട് ഇനി ക്യാൻസർ വരുമോ എന്ന് പേടിച്ച് ഒരുപാട് അജ്ഞതകളുണ്ട് ഇക്കാര്യത്തിൽ. അതാണ് ബിജു പറഞ്ഞത്, മന്ത്രവാദം ഇതിനൊരു മരുന്നല്ല. ആയുർവേദത്തിൽ മരുന്നുണ്ട്, ഒരു വേര് ചതച്ച് തിന്നാൽ മതി ക്യാൻസർ മാറുന്നതാണ്. തൽക്കാലം വേര് ചതച്ച് തിന്നണ്ട. ഡോക്ടർമാർ ഇത് പഠിച്ചവരുണ്ട്, ശാസ്ത്രം തെളിയിക്കപ്പെട്ട ചികിത്സാരീതികളുണ്ട്, അതിൻ്റെ പുറകെ പോവുക. 2010 ഞാൻ രൂപം നൽകിയ ജീവനം ക്യാൻസർ സൊസൈറ്റി എന്ന സംഘടന ക്യാൻസർ ബാധിതരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ക്യാൻസർ സൊസൈറ്റി ഈ 14 വർഷവും പ്രവർത്തിച്ചത്. അതിന് അർബുദ രോഗികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജീവനം ക്യാൻസർ സൊസൈറ്റി ഈ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത്. നമുക്കറിയാം, ക്യാൻസർ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. അപ്പോൾ ക്യാൻസറിനെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്ന് പലർക്കും സംശയമാണ്. ക്യാൻസറിനെ തൻ്റെ ചികിത്സകളിലൂടെ മാറ്റിയെടുത്ത നിരവധി പേർ ഈ വേദിയിലും സദസ്സിലുമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ക്യാൻസറിനെ സംബന്ധിച്ച് സമൂഹത്തിൽ ഇന്നും തെറ്റായ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. വെറുതെ ആവില്ല ആ ക്ഷീണം എന്ന് പറയുന്നത്. എല്ലാ രോഗങ്ങളുടെ കാരണങ്ങളാവത്തില്ല, എന്നാലും ഒട്ടുമുക്കാൽ ക്ഷീണങ്ങളും പല വലിയ രോഗങ്ങളിലേക്കുമുള്ള ഒരു ആദ്യ സ്റ്റെപ്പ് തന്നെയാണ്. ഇപ്പം എൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ക്ഷീണം. ഈവൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഒന്ന് പതുക്കെ ഓടിക്കൂ. പുള്ളിക്കാരൻ ക്രാഷ് ഡ്രൈവിംഗ് ഒന്നുമല്ല, വളരെ നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരാളാണ്. പക്ഷേ ജീവനം ക്യാൻസർ സൊസൈറ്റിയെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രി ശ്രീ കെ ഗണേഷ് കുമാർ സാർ പറഞ്ഞതുപോലെ ആപ്പും അതിൻ്റെ വാക്സിനേഷൻ ക്യാമ്പയിൻ അവയർനെസ് പ്രോഗ്രാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ, സുമിത്ര ഡോക്ടർ പറഞ്ഞതുപോലെ, നമ്മൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മുടെ പോസ്റ്റും ഡോക്ടേഴ്സും അവരുടെ ഓപ്പറേഷനും എല്ലാം ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഡെയിലി ബേസിസിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ പ്രീറ്റീസും തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യം തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ് ശ്രീമതി ശാന്തി GP, സെക്രട്ടറി വനിതാ ജീവനം, എൻ്റെ പേരിലും വനിതാ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളെ ഓഫീസ് വനിതാ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ഓഫീസ് ബിയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ എല്ലാമായ ശ്രീ ബിജു തൂന്തിൽ, ജനറൽ സെക്രട്ടറി ജീവനം ക്യാൻസർ സൊസൈറ്റി, എൻ്റെ പേരിലും വനിതാ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. ബിജു സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അത്ഭുതമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ വീക്കും എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നു. അതിലൂടെ ഗവൺമെൻറ് ജോലിയുണ്ട്, അത് കൊണ്ടുപോകുന്നു, വീട്ടുകാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് എന്ന് കുറേ കാര്യങ്ങൾ കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ജീവന ക്യാൻസർ സൊസൈറ്റി ഞങ്ങൾക്ക് വനിതാ ജീവന ക്യാൻസറിൻ്റെ എല്ലാ സഹായവും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന് നന്ദി പറയുന്നു. അടുത്തതായി നമ്മൾ ഇനാഗ്രേഷൻ നടത്തിയ ശ്രീ KB ഗണേഷ് കുമാർ സാർ, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ട്രാൻസ്പോർട്ട്, എൻ്റെ പേരിലും വനിതാ ജീവന ക്യാൻസർ സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളെ ചീഫ് ഗസ്റ്റ് ശ്രീ R ചന്ദ്രശേഖരൻ, ALO, ഗവർണിംഗ് ബോർഡ് മെമ്പർ, എൻ്റെ പേരിലും വനിതാ ജീവന ക്യാൻസർ സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മൾ പുസ്തക പ്രകാശനം കവർ പേജ് റിലീസ് ചെയ്ത് ഡോക്ടർ അബു റഹ്മാൻ, ഓങ്കോളജിസ്റ്റ് മുത്തൂറ്റ് ക്യാൻസർ സെന്റർ കോഴഞ്ചേരി, അത് ഏറ്റുവാങ്ങിയ ഡോക്ടർ സുമിത്ര നായർ, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് താലൂക്ക് ഹോസ്പിറ്റൽ പുനലൂർ. മാഡം നമുക്ക് നല്ലൊരു അവയർനെസ് ക്ലാസ്സും നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ അത് ഉൾക്കൊള്ളാൻ നോക്കുക, അത് പോസിറ്റീവായിട്ട് എടുക്കുക. മാമിനും എൻ്റെ പേരിലും വനിതാ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് ആശംസ നൽകിയ കുറേ പേരുടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞവരുമുണ്ട്, അല്ലാതെ നമുക്ക് ആശംസ പറഞ്ഞവരുമുണ്ട്. അതിൽ ശ്രീ PG സന്തോഷ് കുമാർ, പ്രസിഡന്റ് ജീവന ക്യാൻസർ സൊസൈറ്റി, ഡോക്ടർ പ്രശാന്ത് ശശിധരൻ, ഡെന്റൽ സർജൻ പത്തനാപുരം താലൂക്ക് ഹോസ്പിറ്റൽ, ഡോക്ടർ എലിസബത്ത് ജോൺസ്, സെന്റ് ലൂയിസ് കോളേജ് കൊട്ടാരക്കര. മാഡം നല്ലൊരു
മാറ്റം വരണം. എന്നാൽ മാത്രമേ സ്ക്രീനിങ്ങിനും എല്ലാത്തിനും വരും. പല ആളുകളും പേടിച്ചിട്ട് ചെറിയ ചെറിയ കുറിപ്പുകൾ വന്നാൽ പോലും അത് ക്യാൻസർ ആണെന്ന് ചോദിച്ചു വരുന്നവരുമുണ്ട്. അവർ ലൈഫിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ലൈഫ് ഇത് ക്യാൻസർ ഒന്നുമല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. പക്ഷെ അവരതൊന്നും കൊണ്ട് പോകത്തുമില്ല. നമ്മൾ ഒരുപാട് സമയം കൂട്ടിയിൽ പോകും അങ്ങനെയുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ. അവർക്ക് പേഴ്സണലി വേറൊരു സമയം കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഫോളോ അപ്പിൽ വന്നാൽ മതി, യാതൊരു പ്രശ്നമില്ല. പിന്നെ ഒരു 5 മരുന്നെങ്കിലും എഴുതിയില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. ആ ഡോക്ടർ ഒന്നും തന്നില്ല, ഒരു പാരസിറ്റമോൾ പോലും തന്നില്ല, ഒരു ബി കോംപ്ലക്സ് കഴിക്കാൻ പറഞ്ഞില്ല. പിന്നെ കടയിൽ പോയി മരുന്നിൻ്റെ ലിസ്റ്റുമായിട്ട് കടയിൽ കൊടുക്കും, മെഡിക്കൽ സ്റ്റോറിൽ. ഗ്യാസിൻ്റെ ഗുളികയും ബി കോംപ്ലക്സ് ഒഴിച്ച് ബാക്കി തന്നാൽ മതി. കാരണം കാശിൻ്റെ കാര്യം. ഈ ചൂടുള്ള മരുന്ന് ചൂടാണ്, ആയുർവേദം എപ്പോഴും തണുപ്പും, ഹോമിയോ വളരെ കൂടും, പിന്നെ അലോപ്പതി വളരെ ചൂടുമാണ്. അങ്ങനെയാണല്ലേ, അങ്ങനെയല്ലേ വെക്കുന്നത്. ആ ചൂട് കുറയ്ക്കാനുള്ള സാധനങ്ങളാണ് ഈ പാരസിറ്റമോളും ബി കോംപ്ലക്സും. ആൻറ്റിബയോട്ടിക് കഴിച്ച് 2ാമത്തെ ദിവസം തൊട്ട് വയറ് തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇതെല്ലാം നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ആ സംഭവം വരാതിരിക്കാനാണ് ഗ്യാസിൻ്റെ ഗുളികയും ബി കോംപ്ലക്സും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒപ്പം കൊടുക്കുന്നത്. പിന്നെ ബി കോംപ്ലക്സ് സ്ഥിരമായി കഴിക്കാമെങ്കിൽ എല്ലാ ദിവസവും ബി കോംപ്ലക്സ് എന്ന് വെച്ചാൽ വാട്ടർ സോലബിൾ ആണ്. ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് ആവശ്യത്തിനുള്ളതെടുത്ത് ബാക്കി യൂണിറ്റിൽ വെളിയിൽ പോകും. അങ്ങനെയുള്ള മരുന്നുകൾ നമുക്ക് കുറച്ച് പ്രതിരോധ ശേഷി തരുന്ന സംഭവമാണ്. അത് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് പനി, ജലദോഷം, ഈ വക ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ എല്ലാം, അതുപോലെ ക്യാൻസറിനെ ഒക്കെ ഒരുവിധം ചെറുക്കുന്നതിന് നമ്മളെ സഹായിക്കും. ബിജു സാർ പറഞ്ഞു ഇന്നത്തെ ഇതിൽ വന്നിട്ട് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാമെന്ന്. ഒരു ലിസ്റ്റ് ഓഫ് സംഗതികളുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാൽ എത്രത്തോളം ചെയ്യും, ഞാനടക്കം മടി പിടിക്കും എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കയറി വരുമ്പോൾ കാണാം ഒപ്റ്റത്തിൻ്റെ ഒരു, ഞാൻ ആദ്യം വന്ന് കണ്ടപ്പോൾ ഈ ഒപ്റ്റത്തിൻ്റെ ഒരു പരിപാടി സ്ഥലം മാറിപ്പോയി. അപ്പോൾ അവരുടെ കുറച്ച് അവിടെ ബ്ലഡ് ടെസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോഴും ഞാൻ ചോദിച്ചു ക്യാൻസർ ചികിത്സിച്ചാൽ മാറുമോ? അപ്പോൾ ഒരു ലൈബ്രറിയുടെ സെക്രട്ടറി ആ യോഗത്തിലുണ്ടായി. അദ്ദേഹം പറഞ്ഞു ക്യാൻസർ ചികിത്സിച്ചാൽ മാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ ചോദിച്ചപ്പോൾ MSc B.Ed കാരനാണ്. MSc B.Ed കാരനായ ഒരാൾക്ക് പോലും ക്യാൻസർ ചികിത്സിച്ചാൽ മാറില്ല എന്നതാണ് ഒരു ധാരണ. അപ്പോൾ നമ്മുടെ പൊതു സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ളവർ പോലും ക്യാൻസർ ചികിത്സിച്ചാൽ മാറില്ല എന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഈ യോഗത്തിലൊരു കാര്യം ചോദിക്കുകയാണ്, ക്യാൻസറിനെ അതിജീവിച്ച് വിജയിച്ചവർ ഒന്ന് എഴുന്നേറ്റ് നിന്നാക്കോളൂ എന്നതൊരു ഉറപ്പാണ്. ഇവരെല്ലാം ക്യാൻസർ ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഈ വെല്ലുവിളിയും കേരളം അതിജീവിക്കും. ഗവൺമെൻറ്റിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നമുക്കും കൈകോർക്കാം. ഇരുളിൻ്റെ മറവിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ആത്മശാന്തിക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.